ഇന്ന് നമ്മള് ദൈവമായിട്ട് നമ്മുടെ ഈ ദൈവരാജ്യത്തിലെ യാത്രയിൽ ദൈവമായിട്ട് എങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ച് ഹൗ ക്യാൻ യു വാക്ക് ഇൻ ദ ഇന്റിമസി വിത്ത് ദ ലോർഡ്, അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡെപ്തില് ഒന്ന് ചിന്തിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ആളുകൾ നമ്മളെല്ലാം കേട്ടു, ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവത്തിന്റെ ഓരോ നേച്ചറാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതെന്നൊക്കെ നമ്മൾ കേട്ടു. ആ നേച്ചറിൽ കൂടെ വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെ ആ ഒരു ഇന്റിമസിയിലേക്ക്, ആ ഒരു ലെവലിലേക്ക് എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും വരാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മുടെ our life has to be fixed between 2 points. ഇന്ന് ദൈവമായുള്ള നടത്തിപ്പില് 2 പോയിന്റിനകത്ത് വേണം നമ്മൾ നോക്കാൻ. അതൊന്ന് മലാക്കി 3:6, other one is Hebrews chapter 13 verse 8. മലാക്കി 3:6 ഒന്ന് വായിച്ചേ. മലാക്കി 3:6, കർത്താവായ എനിക്ക് മാറ്റമില്ല, അതുകൊണ്ട് യാക്കോബിന്റെ സന്തതികളെ നിങ്ങൾ പൂർണ്ണമായി സംഹരിക്കപ്പെട്ടില്ല. So that's the the Lord who doesn't change. ദൈവത്തിന് മാറ്റമില്ല. It's an unchanging nature. അപ്പൊ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിന് ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റവും. When he says I am love, he is love. ആ ഒരു അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉറപ്പിച്ചോണം. നമുക്കേ ഉള്ളൂ മാറ്റം, നമ്മുടെ സ്വഭാവത്തിനകത്ത് മാറ്റങ്ങൾ വരും, സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. പക്ഷെ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. ഈസ് അൺചേഞ്ചിങ്, കോൺസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ഇൻ ഹിസ് നേച്ചർ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിന് നടുവിലും ഐ ക്യാൻ ബി ഷുവർ ദിസ് ഇസ് ഗോഡ് ഈസ് ഫോർ മീ. കാരണം ദൈവത്തിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ബിഹേവിയറെ ആസ്പദമാക്കിയോ അതോ ഞാനും നിങ്ങളെ എങ്ങനെ പ്രതികരിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സംസാരിക്കുന്നോ അതിനെ ബേസ് ചെയ്തല്ല ദൈവം നമ്മളോട് ഇടപെടുന്നത്. കാരണം അങ്ങനെ ഇടപെടുന്ന ഒരു ദൈവമല്ല. കാരണം അതുകൊണ്ട് ദൈവം വളരെ വ്യക്തമായിട്ട് പറയാം, I am the Lord who doesn't change, and because of this you Jacob, you are not consumed. ആ ഒരു കോണ്ടെക്സ്റ്റ് യാക്കോബിനെ നോക്കി ദൈവം അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം. യാക്കോബിന്റെ പശ്ചാത്തലം നമ്മൾ പഴയ നിയമത്തിൽ പോയി എടുക്കുമ്പോൾ നമുക്കറിയാം, യാക്കോബ് തന്റെ സഹോദരനെ ചീറ്റ് ചെയ്ത് ബർത്ത് റൈറ്റ് എടുക്കുന്നു. അമ്മയുമായിട്ട് ഇത് വന്നിട്ട് ഒരു കോൺസ്പിറസി ഉണ്ടായിട്ട് ബർത്ത് റൈറ്റ് സ്റ്റീൽ ചെയ്ത് എടുക്കുന്ന. എന്നിട്ടും കഥ പറയാ, നമുക്ക് ലേറ്റർ ആയിട്ട് പിന്നെ നമുക്കറിയാം ഈ യാക്കോബ് ലേറ്റർ ആയിട്ട് ദൈവം യാക്കോബിനെ ഇസ്രായേലാക്കും. ഇസ്രായേലാക്കി കഴിയുമ്പോഴാണ് സഹോദരനുമായിട്ട് രമ്യത വരുന്നതും വലിയ പ്രോസ്പെറിറ്റിയിലോട്ട് യാക്കോബ്. അപ്പൊ ദൈവം പറയാ, നീ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും I am the Lord who doesn't change. Because of that, you sons of Jacob, you are not consumed. അതുകൊണ്ടാണ് നിങ്ങൾ നശിച്ചു പോകാത്തത്. നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് ഒന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഈ ദൈവം ഈസ് അൺചേഞ്ചിങ് ഇൻ ഹിസ് നേച്ചർ ടുവേഴ്സ് us. നമ്മളോടുള്ള ഇടപെടല് ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ഞാനും നിങ്ങളും ഉറപ്പിക്കും. എന്നിട്ട് അടുത്ത സ്ക്രിപ്ചർ നമ്മൾ പറഞ്ഞു ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ജീസസ് ക്രൈസ്റ്റ് is the same yesterday, today and forever. പഴയ നിയമത്തിലെ ദൈവം എന്തുവായിരുന്നു? അതേ ദൈവം. സോ ഹി ഈസ് യെസ്റ്റർഡേ. എന്റെ ഇന്നലകളിലും ഈ ദൈവം സെയിം ആണ്, എന്റെ ഇന്നലും ദൈവം സെയിം ആണ്, എന്റെ നാളുകളും ദൈവം സെയിം ആണ്. ദൈവത്തിന് യാതൊരു വ്യത്യാസമില്ല. ആ നേച്ചറില് കോൺസ്റ്റന്റ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, ഒരു ചേഞ്ചും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ദൈവമായിട്ടുള്ള നടത്തിപ്പിൽ we can always be sure where God is and what is his God towards me. എന്നോടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിന് മാറ്റമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഏത് സാഹചര്യത്തെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോഴും, ഏത് സാഹചര്യത്തെ നടുവിൽ നോക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഈ 2 ഫിക്സ് പോയിന്റിനകത്ത് വേണം നിൽക്കാൻ. And he is unchanging, but my situations are always changing. But in the midst of the changing situations, I can be sure God is unchanging in his nature towards me. സാഹചര്യത്തിൽ മാറ്റങ്ങൾ വരും. സാഹചര്യങ്ങൾ ചില സമയത്ത് ബുദ്ധിമുട്ടുള്ള സാഹചര്യം വരും, ചില സമയത്ത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യം വരും. എന്നാലും ഇതിന്റെ ഒക്കെ നടുവിലും എന്നോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഐ ക്യാൻ നോ ദിസ്. അങ്ങനെയാണ് നമ്മൾ ഓരോ സാഹചര്യത്തിനകത്തും നമ്മൾ ഇന്ന് പാടിയ പോലെ
taste and see that the Lord is good. ദൈവം തന്റെ നേച്ചറിനെ, മാറ്റമില്ലാത്ത തന്റെ നേച്ചറിനെ നമ്മൾ ഓരോരുത്തരെയും ദൈവം ടേസ്റ്റ് ചെയ്യാൻ ഓരോ സാഹചര്യം അനുവദിച്ച് ആ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തരികയാണ്. എല്ലാ സാഹചര്യത്തിന്റെയും അടിസ്ഥാന പർപ്പസ് is to show you an aspect of his very nature. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു ആസ്പെക്റ്റിനെ എന്നെ നിങ്ങളെ കാണിച്ച് ആ ആസ്പെക്ട് എന്റെ നേച്ചറായി മാറി അതിലൂടെ ഞാൻ ആ ദൈവത്തെ ഞാൻ അറിയുന്നു. ഫോർ എക്സാമ്പിൾ, എന്നെ ഒരു പ്രശ്നത്തിനകത്ത് ഒരു രോഗത്തെയും ദൈവം എന്നെ വിടിപ്പിച്ചാൽ, അപ്പൊ ആ ദൈവത്തിന്റെ നേച്ചർ എങ്ങനെ? ഹി ഈസ് എ ഹീലർ. ദൈവം എന്റെ സൗഖ്യദായകനാന്ന് ഞാൻ രുചിച്ചറിയുമ്പോൾ അത് എന്റെ നേച്ചറായി മാറിക്കഴിയുമ്പോൾ ഏത് ബുദ്ധിമുട്ടുള്ള നടുവിലും എന്നെ സൗഖ്യമാക്കാൻ അവൻ മതിയായവനാണ്. എന്ത് രോഗമായിക്കോട്ടെ, നടുവിലും എന്നെ സൗഖ്യമാക്കാൻ മതിയായവനാണ്, എന്നെ വിടുവിക്കാൻ മതിയായവനാണ്. അപ്പൊ ആ ഒരു നേച്ചർ അതുകൂടെ തന്നെ അതുപോലെ തന്നെ ദൈവത്തിന് മാറ്റമില്ല. അതേ ദൈവമാണ്. പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു? ആ പഴയ നിയമത്തിൽ പക്ഷേ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അവർക്ക് അത്രയും ഇല്ലായിരുന്നു. യേശു വന്ന അതാണ് ഈ പഴയ നിയമത്തിലെ ദൈവം പിതാവ് ആരെന്ന് യേശു വന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് വന്ന ദൈവം യേശു വന്ന് വെളിപ്പെടുത്തുന്നത്. ഈസ് യുവർ ഫാദർ. പിതാവ്, നിങ്ങളുടെ പിതാവാണെന്ന് വന്ന് യേശു വളരെ ക്ലിയർ ആയിട്ട് വന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഏത് സാഹചര്യത്തിന്റെ നടുവിലും you have to fix your relationship with the Lord in these 2 points, that he is never changing, he is unchanging, and he is the same yesterday, today and forever. അപ്പൊ ഈ മൈൻഡ് സെറ്റ് വേണം നമുക്ക് ഏത് സാഹചര്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഇനി ഹൗ ടു ഡെവലപ്പ് ദ ഇന്റിമസി. അപ്പൊ ദൈവത്തിന്റെ വഴികൾ എങ്ങനെ നോക്കിയത്? അതുകൊണ്ടാണ് ദൈവം എപ്പോഴും മത്തായിയുടെ സുവിശേഷം 11:28-30 വായിക്കേണ്ട. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എന്റെ അടുക്കൽ കം ആൻഡ് യോക്ക് വിത്ത് മീ. നിങ്ങളുടെ നുകം എന്റെ മേൽ വെച്ച് എന്റെ നുകമേക്കാൻ. ആ ഒരു പിക്ചർ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് ഈ കാളവണ്ടി കണ്ടവരൊക്കെ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ നുകം എന്താണെന്നറിയാം. കാളയുടെ തോളിലോട്ട് വെച്ച് കൊടുക്കുന്ന ഒരു കല പോലത്തെ ഒരു സാധനം നമുക്കറിയാമല്ലോ. അതിന് എപ്പോഴും റൈറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നത് ഒരു മൂത്ത കാളയായിരിക്കും, ട്രെയിൻഡ് ഓക്സ് ആയിരിക്കും. മറ്റേന് അതിന്റെ തിപ്പുറത്തിരിക്കുന്ന ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത ഒന്നിനെ കൂടെ കിട്ടി നുകം വെച്ചു കൊടുക്കും. എന്തിനാ? ഈ ട്രെയിൻഡ് കാളയാണ് ഇതിനെ പഠിപ്പിച്ചു കൊണ്ടിരുന്നത്, ഇതിന്റെ ട്രെയിനിങ് കൊടുത്തു കൊണ്ടിരുന്നത്. കാരണം ട്രെയിൻഡ് കാളയ്ക്ക് അറിയാം യജമാന്റെ വീട്ടിൽ പോകാനും വഴികളെല്ലാം അറിയാം. യജമാൻ അതിലോട്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ റെയിൻ ഒന്ന് വലിച്ചാൽ അത് നേരെ പൊയ്ക്കോളും. നേരെ കിടന്ന് ഉറങ്ങും. പക്ഷെ വീടിന്റെ പടിക്കൽ ചെത്തുമ്പോൾ ഇതങ്ങ് നിൽക്കും. മറ്റവന് ഇടയ്ക്കിടയ്ക്ക് വലിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മള് തുറയിലോട്ട് കർത്താവിന് മുഖം വെക്കാം. കർത്താവ് പറയുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കർത്താവിനെ ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പൊ നമ്മളെ ഒരു പരുവത്തിൽ കൂടെ ദൈവം ഓരോ സാഹചര്യത്തിൽ കൂടെ എന്നെ നിങ്ങളെയും ആ മുഖത്തോട് ചേർത്ത് ദൈവം എങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാട്ട് ഈസ് മെന്റ് ടു ബി യോക്ഡ് വിത്ത് ജീസസ്. നമ്മൾ ആ ദൈവത്തോട് മുഖത്തോട് നമ്മൾ പറ്റിച്ചേരുമ്പോൾ വി ആർ ബീങ് ട്രാൻസ്ഫോം ഇൻ ടു ദിസ് അൺചേഞ്ചിങ് ക്യാരക്ടർ. സോ ദാറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് ഇൻ ലൈഫ്, ഏത് സാഹചര്യത്തിൽ നടുവിലും ദൈവത്തിന്റെ സ്വഭാവത്തെ പോലെ മാറ്റമില്ലാത്തതും കോൺസ്റ്റന്റ് കൺസിസ്റ്റന്റുമായിട്ട് നമുക്ക് പുറത്തു വരും. ഓരോ സാഹചര്യത്തിൽ കൂടെ ആ യോക്കിങ് കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ മേഖലകൾ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി അത് എന്റെ നേച്ചറായി മോൾഡ് ചെയ്ത് വരുന്തോറും ഞാൻ ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാകുകയാണ്. ഇതാണ് 2 പത്രോസ് 1:2 വാക്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. He has given us precious promises. വിലയേറിയും അതിവിശിഷ്ടമായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇവയാൽ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകി ഈ ലോകത്തിന്റെ നാശം വിട്ടൊഴിഞ്ഞ് നമുക്ക് പുറത്തു വരാൻ വേണ്ടി. അപ്പൊ ഓരോ സാഹചര്യത്തിനും നടുവിലും ദൈവത്തിന്റെ ഒരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ വേണ്ടി ദൈവം നമ്മളെ യോഗ്യ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് പിതാവായ ദൈവം എന്നെ നിങ്ങളെ ക്രിസ്തുവിനകത്ത് വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിനകത്താണ് ഒരു പുതിയ സൃഷ്ടി. അപ്പൊ
ഇന്ന് ഞാൻ ലോകത്തിലായിരുന്നു, ലോകത്തിൽ നിന്ന് എന്നെ ദൈവം എടുത്ത് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിൽ വീണ്ടും ജനിപ്പിച്ചു. ഒരു ശിശുവിനെ പോലാക്കി യേശു എന്ന ജ്യേഷ്ഠ സഹോദരന്റെ മുഖത്തിലോട്ട് എന്നെ നിങ്ങളെ വെച്ചിരിക്കുന്നു. ആ ഒരു പിക്ചർ, കാളവണ്ടിയുടെ ആ മുഖം വെക്കുന്ന പിക്ചർ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു. ഏത് സാഹചര്യത്തിന് നടുവിൽ എന്റെ മുഖം കർത്താവ് പറഞ്ഞു, എന്റെ കം ടു മീ, എന്റെ എടുക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ എടുക്കുക. അപ്പൊ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഞാൻ നിങ്ങൾ പോകുമ്പോൾ എന്റെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യേണ്ടത്, യെസ്, എനിക്ക് കർത്താവിന്റെ അടുക്കൽ നിൽക്കണം. അപ്പൊ സാഹചര്യത്തിന് നടുവിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുക. എവിടെ, വേർ ഈസ് ഹി സ്റ്റാൻഡിങ്? അപ്പൊ ആ യേശുവിന്റെ അടുത്ത് നമ്മൾ എങ്ങനെ ചെല്ലുന്ന മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ റിജോയ്സ് ചെയ്യുക, നന്ദി കരയറ്റുക, സ്തുതിക്കുമ്പോൾ പ്രസൻസിലേക്ക് വരുമ്പോൾ യു ആർ സീയിങ് ജീസസ് ദർ. എന്നിട്ട് യു യോക്ക് വിത്ത് ഹിം ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ആ സാഹചര്യ നടുവിൽ കർത്താവിന്റെ മുഖം നമ്മുടെ മേളയോട്ട് എടുക്കുക. കാരണം എന്റെ മുഖം മൃദുലമാണ്, അത് ഈസിയാണ്. ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖം, ഭാരമുള്ള മുഖം, എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് സാഹചര്യ നടുവില ആ മുഖത്തെ കർത്താവിന്റെ തോളയിലോട്ട് വെച്ച് ഞാൻ കർത്താവിലേക്ക് അമർന്നിരിക്കുമ്പോൾ ആ ഭാരമില്ലാത്ത മുഖം എന്നെ വെച്ച് എന്റെ കർത്താവ് എന്നെ അങ്ങ് നടത്തും. അപ്പൊ സാഹചര്യത്തെ നടുവിലും ദൈവം ഓരോ നേച്ചറിനെ എനിക്ക് നിങ്ങൾക്കും വെളിപ്പെടുത്തി. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ സഹിഷ്ണുത, ആ ഒരു ഫലം കർത്താവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പക്വതയെ കൊണ്ടുവരണമെങ്കിൽ ഒരു അസഹിഷ്ണുത ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നത്? ഈസ് ദ മോസ്റ്റ് പേഷ്യന്റ് എൻഡ്യൂറൻസ് ഉള്ള ഒരു വ്യക്തിയായി യേശു. ആ യേശുവിലേക്ക് ഞാൻ മുഖം വെക്കുമ്പോൾ, ആ യേശുവിന്റെ മുഖം എന്റെ മേൽ വെക്കുമ്പോൾ, ബിക്കോസ് ഹി ഈസ് പേഷ്യൻസ് ആൻഡ് ഹി ഹാസ് ഗോട്ട് എൻഡ്യൂറൻസ്, ആ ജീവിത ശൈലിയിലേക്ക് എന്നെ കൊണ്ടുവരുമ്പോൾ ആ സാഹചര്യത്തിന് നടുവിൽ, ബുദ്ധിമുട്ടാണ്, പ്രയാസമുള്ള സാഹചര്യത്തിന് നടുവിലും കർത്താവിന്റെ ഞാൻ വിശ്രമിക്കുമ്പോൾ ആ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയാകും തോറും ഈ പേഷ്യൻസ്, സഹിഷ്ണുത എന്ന് പറഞ്ഞ ആ ഒരു ഫലം എന്നിൽ പക്വതയിലേക്ക് വരുമ്പോൾ ഓരോ സാഹചര്യത്തിൽ കൂടെ ഞാൻ ജയമെടുക്കുമ്പോൾ ഞാൻ സഹനശീലമുള്ളവനായി പുറത്തു വരുന്നു. അത് ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് ബിസിനസ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹിതത്തിൽ, വില്ലിലും, ആദ്യം വില്ലിന്മേൽ പ്രവർത്തി, ഇച്ഛയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് നമ്മളിലൂടെ ഓരോ ഫലവും പക്വതയിലേക്ക് കൊണ്ടുവരികയാണ്. ഉദാഹരണത്തിന് ജോയ്, സന്തോഷം, ജെന്റിൽനെസ്, ഇതെല്ലാം കർത്താവ് പറയുമ്പോ ഞാൻ എന്റെ ഉള്ളിലോ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമല്ല ഇത്. അത് കർത്താവ് ജെന്റിലാ. I am gentle, so come and yoke with me. ഞാൻ സൗമ്യനാണ്. അപ്പോൾ നീ വന്ന് എന്നോട് മുഖം വെക്കുമ്പോ എന്നിലെ എന്റെ സൗമ്യത നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ സ്വഭാവത്തിലേക്ക് കുറേശ്ശെ വന്നു വരുമ്പോൾ ഓരോ സാഹചര്യത്തിൽ കൂടെ സൗമ്യത ഞാൻ നിന്നെ പരിശീലിപ്പിച്ച് ഞാൻ സൗമ്യനായിരിക്കുന്നത് പോലെ എന്നിലൂടെ നിന്റെ സൗമ്യത ഫലമായിട്ട് പുറത്തു വരും. ഫോർ എക്സാമ്പിൾ, സാഹചര്യത്തിന് നടുവിൽ ഭയം വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴും കർത്താവിന്റെ സന്തോഷം എന്ന് പറഞ്ഞ ഫലം കർത്താവ് പറയും, കം ഐ വിൽ ഗിവ് യു ജോയ്. എങ്ങനെ? സാഹചര്യം ബുദ്ധിമുട്ടാ, സാഹചര്യത്തെ നോക്കിയാൽ നമുക്ക് സന്തോഷിക്കാൻ ഒരു ഇടവുമില്ല. പക്ഷെ സന്തോഷമായ ഫലത്തിന്റെ ഉടമസ്ഥനായ യേശുവിലേക്ക് ഞാൻ മുഖം വെക്കുമ്പോൾ ആ മുഖം, കർത്താവിന്റെ മൃദുലമായ മുഖം എന്റെ ദേഹത്തോട്ട് വെക്കുമ്പോൾ ആ സാഹചര്യത്തിന് നടുവിലും സന്തോഷവാനായ ദൈവത്തിന്റെ സന്തോഷം എന്ന ഫലം എന്നിലൂടെ പതുക്കെ വരുമ്പോൾ ആ സാഹചര്യത്തിന് നടുവിൽ എനിക്ക് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, ഞാൻ സാഹചര്യത്തിനകത്തല്ല ഞാൻ പിടിച്ചു നിൽക്കുന്നത്, മറിച്ച് യേശു എന്ന ആ വ്യക്തിത്വത്തിന്റെ ഫലമാകുന്ന സന്തോഷത്തിൽ ഞാൻ പിടിച്ചു നിൽക്കും. കാരണം ഇത് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ചില സാഹചര്യങ്ങൾ നമുക്കറിയാം ബുദ്ധിമുട്ടാണ്, കുറെ നീണ്ടുപോകും. ആ നീണ്ടുപോകുന്ന സാഹചര്യത്തിനകത്ത് നമുക്ക് വിശ്വാസം മാത്രം കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ബലഹീനമാണ്. സാഹചര്യങ്ങള്, പ്രശ്നങ്ങള് വലുതാകും തോറും, നീളും തോറും എന്റെ നിങ്ങളുടെ വിശ്വാസം പതുക്കെ ക്ഷയിക്കാൻ തോന്നും. കാരണം നമ്മളെല്ലാം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സഡനായിട്ട് ലഭിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ജീവിക്കുന്നവരാ. അതുകൊണ്ട് ചില സാഹചര്യം നീണ്ടു പോകുമ്പോൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, അല്ല 1 മാസം, അല്ല 1.5 മാസം വരെ ചിലപ്പോൾ പിടിച്ചു നിൽക്കുമായിരിക്കും. കാരണം വിശ്വാസത്തോടെ നമ്മൾ കൽപ്പിക്കും, ഒന്നും നടക്കാതെ വരുമ്പോൾ വിശ്വാസം പതുക്കെ ക്ഷയിക്കുമ്പോൾ നമ്മൾ അവിശ്വാസത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ജീവിതത്തിൽ ഒന്നും നമ്മൾ നടക്കും. അതേസമയം വിശ്വാസത്തിന്റെ കൂടെ ദൈവത്തിന്റെ പേഷ്യൻസ്, സഹിഷ്ണുത എന്ന ഫലം കൂടെ
ഒരേ സമയത്ത് ദൈവം പക്വതയിലേക്ക് കൊണ്ടുവരുമ്പോൾ സാഹചര്യങ്ങൾ നീണ്ടാലും എന്നെ വിശ്വാസത്തിൽ നിലനിർത്താൻ സഹനശീലം എന്നെ ഉപകരിക്കും. അങ്ങനെ കാണുന്നിടം വരെ എന്നെ ആ വിശ്വാസത്തിൽ നിലനിർത്താൻ സഹനശീലം എന്ന് പറഞ്ഞ ആ ഫലപക്വത വന്നില്ലെങ്കിൽ ഇത് നമുക്ക് ആ ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ബുദ്ധിമുട്ട് വരും. ഇതാണ് പഴയ നിയമത്തിൽ അബ്രഹാമിന് നമ്മൾ കേട്ടത്. They obtained the promises by faith as well as patience. അപ്പൊ ഇതെല്ലാം ഓരോ സാഹചര്യത്തിൽ കൂടെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പക്വതയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനം കർത്താവ് പറയുന്നത്, come and yoke with me. എന്നോട് വന്ന് നുകം വെക്ക്. നീ എന്റെ ദേഹത്തോട് എന്റെ തോളയിലോട്ട് വെച്ചാൽ ഞാൻ ഈ പ്രശ്നത്തിനകത്തൂടെ ഒക്കെ പോയതാ. നമ്മുടെ കർത്താവ് നമുക്ക് മുൻവരെ പോയി ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യന് ഏതെല്ലാം വിചാരങ്ങളിൽ കൂടെ പ്രലോഭനങ്ങളിൽ കൂടെ പോകാമോ ആ പ്രലോഭനത്തിൽ കൂടെ ഒക്കെ പോയൊരു വ്യക്തിയാണ്. പക്ഷെ അതിന്മേലെല്ലാം ജയമെടുത്ത ഒരു ദൈവമാണ് യേശു. ആ യേശു പറയാ, എന്റെ അടുക്കവാ, കാരണം ഇതിനകത്തൂടെ ഒക്കെ ഞാൻ പോയതാ, ഇതിനകത്തൂടെ ഒക്കെ ഞാൻ ജയമെടുത്തൊരാണ്. നീ തന്നെ ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ടാ പിതാവ് നമ്മളെ ക്രിസ്തുവിനകത്ത് വെച്ച്. ശരിയാ, വി ആർ ഇൻ ക്രൈസ്റ്റ്. പക്ഷെ ക്രൈസ്റ്റിനകത്ത് ആണെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് ഇപ്പൊ രണ്ടാ. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കണേ, ക്രിസ്തുവിലാണെങ്കിൽ പിതാവ് യേശുവിനെ എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നത്. കാരണം എന്റെയോ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ല പിതാവ് നമ്മളെ മാനിച്ചത്. പുത്രൻ ക്രൂശിൽ ചെയ്ത ഒറ്റ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് ദൈവം നമ്മളെ മാനിക്കുന്നത്. അതുകൊണ്ടാണ് പുത്രനിലേക്ക് ക്രിസ്തുവിനകത്ത് നമ്മളെ വെച്ചിരിക്കുന്നത്. So in Christ, that's the most safest position. കാരണം ക്രിസ്തുവിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞപ്പോൾ the whole of heaven is attracted to the Jesus in you. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിൽ നമ്മളിലൂടെയാണ് ആമേൻ വരുന്നത്. അപ്പൊ എന്നിലൂടെ ആമേൻ വരണമെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിന് നടുവിലും ജയമെടുത്ത് ഞാൻ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ആ ജയമെടുത്ത ഒരാളിലേക്ക് ഞാൻ മുഖം വെച്ച് കഴിയുമ്പോൾ ആ ജയാളിയായി എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന യേശുവിന്റെ സ്വഭാവത്തിലേക്ക് ഞാൻ രൂപാന്തരം വരുമ്പോൾ ഏത് സാഹചര്യത്തെയും എനിക്ക് മനസ്സിലാവും ഇതെന്നെ പരിശീലിപ്പിക്കുക. കാരണം എന്റെ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് ദിവ്യ സ്വഭാവത്തിലേക്ക് പങ്കാളിയാകാൻ, കൂട്ടാളിയാകാൻ ഇതെനിക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സാഹചര്യം. അല്ലാതെ ഈ സാഹചര്യം എന്നെ തളർത്താനോ ഈ സാഹചര്യം എന്നെ തകർക്കാനോ പറ്റത്തില്ല. ദൈവം അതിനെ അനുവദിക്കുന്നതല്ല. കാരണം നിങ്ങളാലും താങ്ങാനാകാത്ത ഒരു ശോധനയും എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ആ ശോധനയുടെ കൂടെ തന്നെ ദൈവം ഒരു പോക്കുവഴി വെച്ചിട്ടുണ്ട്. ഈ പോക്കുവഴിയാണ് ദ വേ ഓഫ് എസ്കേപ്പ് എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ഒരു നേച്ചർ. ആ നേച്ചർ ദൈവം ഓരോ സാഹചര്യത്തിൽ കൂടെ എന്നെ നിങ്ങളെ കൊണ്ടുപോയി. ആദ്യമൊക്കെ we make mistakes, doesn't matter. ദൈവരാജ്യത്തിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞില്ല. കാരണം ഒരു കുഞ്ഞ് എങ്ങനെ വളരുന്നോ ചിലപ്പോ വീഴും. തോന്നിപ്പിനും അമ്മയും കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ മുഖം വെച്ചേക്കുന്നവൻ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. ഹീസ് ജീസസ്. കാരണം സഹോദരൻ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഉള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ഞാൻ പുറത്ത് ജയാളിയായിട്ട് തന്നെ വരും. എങ്ങനെ? ആസ് അൺചേഞ്ചിങ്, ആസ് കോൺസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് ലൈക്ക് ജീസസ്. ഓരോ സാഹചര്യത്തെ കൂടെ, സാഹചര്യം എന്തുമായിക്കോട്ടെ, whether it is good, bad or ugly, എന്തുമായിക്കോട്ടെ, എത്ര സ്റ്റോമി സിറ്റുവേഷൻ, എത്ര കൊടുങ്കാറ്റ് അവസ്ഥയിലായിക്കോട്ടെ, അതിനകത്തൂടൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരാൻ മതിയായവനാ ഒരു യേശുവിനെ മുഖം വെച്ചിരിക്കുക തന്നെ നിങ്ങൾ. അപ്പൊ ആ മുഖം ഒന്ന് മനസ്സിൽ വരുന്ന ഉടനെ മനസ്സിലായി ഐ ഹാവ് ടു യോക്ക്. അപ്പൊ ഏത് സാഹചര്യം വരുമ്പോഴും ഉടനെ മനസ്സിലായി നോ, ഐ ഹാവ് ടു യോക്ക് വിത്ത് ജീസസ്. ഞാൻ യേശുവായിട്ട് മുഖം വെച്ചിരിക്കുക. അങ്ങനാണെങ്കിൽ ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയാകാൻ വേണ്ടി എന്നെ തന്നെ പരിശുദ്ധാത്മാവിൽ സഹകരിച്ചു കൊടുക്കുമ്പോൾ, ആ ഒരു പാർട്ട്ണർഷിപ്പിൽ വരുമ്പോൾ യു ഡെവലപ്പ് ദാറ്റ് ഇന്റിമസി വിത്ത് ദ ലോർഡ്. ആ ഇന്റിമസി വരുന്ന എപ്പോഴാ? ഓരോ നേച്ചറിൽ ഞാൻ പക്വതയിലേക്ക് വരുമ്പോൾ എനിക്കറിയാം ഈ സാഹചര്യം നടുവിൽ എന്നെ ദൈവം കൈവിടത്തില്ല. കാരണം വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു, ഞാൻ ഇന്നലെയും ഇന്നും നാളെ എന്നേക്കും മാറ്റമില്ലാത്തവൻ. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് മാറുന്ന ഒരു ദൈവമല്ല. He's a constant, is unchanging in his nature towards us. എന്നോടും നിങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒരു മാറ്റവുമില്ല.
കാരണം നമ്മുടെ നേച്ചറിനെ ഒന്നും നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചത്. ദൈവത്തിന്റെ കരുണ എന്നൊരൊറ്റ ഇത് ക്വാളിറ്റി കൊണ്ട്. He's so gracious, he's so loving, he's so compassionate. കാരണം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചത്. അപ്പൊ നമ്മുടെ പഴയ സ്വഭാവം എല്ലാം ദൈവത്തിന് അറിയാം, എവിടം വരെ പോകുമെന്ന് അറിയാം. ഇത് തന്നെ യാക്കോബ് ചെയ്ത്. യാക്കോബിനോട് ദൈവം ആ ഒരു ഉടമ്പടി വരുമ്പോഴും യാക്കോബ് കള്ളം പറഞ്ഞപ്പോഴും യാക്കോബ് അവിടെ ചീറ്റ് ചെയ്ത് ദൈവത്തെ. അപ്പൊ ദൈവം പറയാം, because I am the Lord who doesn't change like man, because God is not like man to be a liar. മനുഷ്യനെ പോലെ ഞാൻ കള്ളം പറയുന്ന ഒരു വ്യക്തിയല്ല. ദൈവത്തിന് ആ സ്വഭാവത്തിന്റെ അൺചേഞ്ചിങ്നെസ് വെച്ച് വേണം. അതുകൊണ്ട് ജേക്കബ്, യു ആർ നോട്ട് കൺസ്യൂംഡ്. നീ നാശത്തിലേക്ക് പോയില്ല, കാരണം ഞാൻ വാക്ക് മാറാത്തവനാണ്. ആ ഒരു ദൈവം തന്നെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പുതിയ ഉടമ്പടി വരുമ്പോൾ, പഴയ നിയമ ഉടമ്പടി നമുക്ക് മനസ്സിലാക്കണം. പഴയ നിയമ ഉടമ്പടിയില് എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവം നിയമം കൊടുത്തു, നിയമം പാലിച്ചാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ അവരുടെ മേൽ വരും. നിയമം പാലിച്ചില്ലെങ്കിൽ ഈ ശാപങ്ങളൊക്കെ അവരുടെ മേൽ വരും. പക്ഷെ എന്നാൽ ദൈവത്തിന് അറിയാം നമ്മളെ കൊണ്ട് ഇതൊന്നും, കൽപ്പനകളൊന്നും പാലിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ദൈവത്തിന് അറിയാം. ഈ കൽപ്പനകൾ യഹൂദന് കൊടുത്താണ്. ജാതികളെ എനിക്ക് നിങ്ങൾക്ക് ഈ കൽപ്പനയുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ we have certain commandments. ആ കമാൻഡ്മെന്റ് എന്താണെന്ന് ചോദിച്ചാല്, ഈ കമാൻഡ്മെന്റ് ദൈവം മുഴുവൻ, ഈ 10 കൽപ്പനകളെ ദൈവം ഫുൾഫിൽ ചെയ്തു. നിവർത്തിച്ചവൻ എന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ഞാൻ ഈ കൽപ്പന നിവർത്തിച്ചവനെ പോലാക്കി തീർത്തന്നെ. ഞാനല്ല ചെയ്തത്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാധനം ജഡത്തിന്റെ ബലഹീനത നിമിത്തം. റോമാലേഖനം 8:2-3 വായിച്ചു. റോമൻസ് ചാപ്റ്റർ 8, 2 and 3. ഞാൻ ഈ പറഞ്ഞത് അതിനകത്ത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ ജഡത്തിന് ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതേ ജഡത്തിൽ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് കൽപ്പനകൾ മുഴുവൻ ദൈവം യേശു നിവർത്തിച്ചു. നിവർത്തിച്ചവന്റെ ഉള്ളിലേക്ക് എണ്ണയിട്ട വഴി ഞാൻ കൽപ്പന നിവർത്തിച്ചവനെ പോലാണ്. ആ 10 കൽപ്പന ദൈവം ഇന്ന് കൊണ്ടുവന്ന ഒറ്റ കൽപ്പനയായിട്ട് ദൈവം കൊണ്ടുവന്നു. ലവ് യുവർ ഗോഡ്. നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇത് സകല പ്രവാചകരും സകലം നിവർത്തിച്ചു. അപ്പൊ ഈ 10 കൽപ്പന ദൈവം ഒരൊറ്റ കൽപ്പനയ്ക്കകത്ത് ദ ലോ ഓഫ് ലവിലേക്ക് ദൈവം കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് നമുക്കുള്ളത് ദ ലോ ഓഫ് ലവ് ആണ്, ഒറ്റ കൽപ്പന. ബാക്കി മുഴുവൻ ആ ഒറ്റ കൽപ്പനയ്ക്കകത്ത് ഇത് മുഴുവൻ നിവർത്തിച്ചിരിക്കും. അപ്പൊ ആ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് സാഹചര്യം എന്തുമായിക്കോട്ടെ, whatever be the situation right before you, ദൈവത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് അതേ സ്വഭാവത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് എന്നെ നിങ്ങളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ആണ് എല്ലാ സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. Every purpose of situations is to show you an aspect of his very nature. അപ്പൊ എല്ലാ സാഹചര്യത്തിന്റെയും ആത്യന്തികമായ ഉദ്ദേശം യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ ഒരു നേച്ചറിനെ വെളിപ്പെടുത്തി തരിക. എങ്ങനെ? ആ സാഹചര്യത്തിൽ കൂടെ ആ നേച്ചറിനെ ഞാൻ പങ്കാളിയായി, അതെന്റെ നേച്ചറായി രൂപാന്തരപ്പെട്ട് ഞാൻ യേശുവിന്റെ തകവോളം പരിപൂർണതയിലേക്കുള്ള നടത്തിപ്പിന് വേണ്ടിയാണ് ജീവിതത്തിൽ ഓരോ സാഹചര്യം വരുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ഏത് സാഹചര്യത്തെയും സ്വീകരിക്കാൻ പറ്റും. കാരണം ഇതെന്നെ വളർത്താനാണ്, മറിച്ച് തളർത്താനല്ല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ്. സോ every purpose of every situation is to make us bigger and stronger in the inner man. കാരണം നമുക്കൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടേണ്ടത് ഏത് സാഹചര്യത്തെയും I am not going to see with my natural eyes. I have to see with my heart. ഹൃദയത്തെ ഞാൻ കാണണം. ഇവൻ ഹൃദയ കണ്ണുകൊണ്ട് കാണും. ഇതുകൊണ്ടാണ് പൗലോസ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് കുറെ ബ്ലെസ്സിങ്സ്, 11 വാക്യം, ഒരുപാട് ബ്ലെസ്സിങ്സ് എഴുതിയിട്ട് 17-ാം വാക്യം വരുമ്പോ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഹൃദയ കണ്ണൊന്ന് പ്രകാശിക്കണമേ എന്ന്. ബിക്കോസ് ഈ ബ്ലെസ്സിങ്സ് എല്ലാം പൗലോസ് പറയുമ്പോഴും അവിടെ ഇരിക്കുന്നവര് ഇതെല്ലാം ഇത് ഞങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റുമോ?
നോട്ട് വിത്ത് നാച്ചുറൽ ഐസ്. കാരണം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുന്നമേ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുന്നമേ യേശു ക്രിസ്തു സകല അനുഗ്രഹങ്ങളാൽ ക്രിസ്തു യേശുവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം എന്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു സീ വിത്ത് മൈ ഹാർട്ട്. എന്ന് വെച്ചാൽ അകമേ മനുഷ്യന്, അകത്തെ മനുഷ്യൻ, ദാറ്റ് ഇസ് ദ ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ്. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഓരോരുത്തരെയും പിതാവായി ദൈവം കാണുന്നത് ക്രിസ്തുവിലാണെങ്കിൽ യുവർ ഇന്നർ മാനിലാണ് കാണുന്നത്. ഇവിടെ കാണും ഏത് സാഹചര്യത്തെ ഐ ഹാവ് ടു ബ്രിങ് ദ സിറ്റുവേഷൻ ഇൻടു ദ ഇന്നർ മാൻ. യേശുവിനെ കാണണമെങ്കിൽ ഐ ഹാവ് ടു ബ്രിങ് ഇറ്റ് ഇൻടു ദ പ്രസൻസ്. എല്ലാ സാഹചര്യത്തെയും ഞാൻ പ്രസൻസിലേക്ക് കൊണ്ടുവരണം. ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, പല ആംഗിളിൽ നിന്ന് ഞാൻ സംസാരിക്കത്തുള്ളൂ. സോ ബ്രിങ് എവറി സിറ്റുവേഷൻ റൈറ്റ് ഇൻടു ദ പ്രസൻസ്. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അവനെ നന്ദി കരയറ്റുമ്പോഴാണ് നമ്മുടെ അകമേ കണ്ണുകൊണ്ട് നമ്മുടെ പതുക്കെ ഈ സാഹചര്യത്തെ കാണുന്നത്. അന്നേരത്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്, കർത്താവേ, ഈ സാഹചര്യ നടുവിൽ അങ്ങ് എന്താണ്? ഐ വാണ്ട് ടു സീ ദാറ്റ്, ഷോ മീ ദാറ്റ്. അങ്ങ് ഏത് നേച്ചറാണ് എനിക്ക് വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഐ വാണ്ട് ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ദാറ്റ് നേച്ചർ. എനിക്ക് ആ നേച്ചറുമായിട്ടൊരു പങ്കാളിയാവണം. അപ്പൊ മുഖം വെച്ചിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞ് വന്ന് ലീൻ ഓൺ മീ, എന്നിലേക്ക് തല ചായ്ക്കുക, ലേൺ ഫ്രോം മീ, എന്നിട്ട് എന്നിൽ നിന്ന് പഠിക്കുക. എന്നിട്ട് പറയാ മൈ യോക്ക് ഈസ് ഈസി, എന്റെ മുഖം മൃദുലമാണ്, ലൈറ്റ് ആണ്. അപ്പൊ എന്റെ ഭാരമുള്ള ആ മൈൻഡ് സെറ്റ് ദൈവത്തിലേക്ക് വെച്ചിട്ട് ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് ഞാൻ എടുക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് ഐ ഹാവ് ടു ബ്രിങ് ദ സിറ്റുവേഷൻ ഇൻടു ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ പ്രസൻസിലേക്ക് ഞാൻ ഇന്റർണലൈസ് ചെയ്ത് എന്റെ അകമേ മനുഷ്യനെ കാണത്തക്കവണ്ണം ഞാൻ കൊണ്ടുവരണം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എല്ലാം കേട്ടു, നന്ദി കരയറ്റ്. ഇതുകൊണ്ടാണ് ഏത് സാഹചര്യത്തിനും നടുവിലും rejoice, pray without ceasing, and in everything give thanks, for this is the will of God. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഏത് സാഹചര്യത്തിനും നടുവിലും എന്തിനാ നമ്മൾ നന്ദി കരയറ്റണമെന്ന്? അതൊരു ഡിസിപ്ലിൻ ആയിട്ടല്ല ഞാൻ ചെയ്യേണ്ടത്, ബട്ട് ഐ ഹാവ് ടു ഡു ഔട്ട് ഓഫ് ഡിലൈറ്റ്. ഡിലൈറ്റിൽ ചെയ്യണം. കാരണം എന്താ പറയാ, ആ ബന്ധത്തിൽ വരുമ്പോൾ കർത്താവ് സാഹചര്യം എന്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. പക്ഷെ ഞാനല്ലല്ലോ, അങ്ങയുടെ കണ്ണിൽ കൂടെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇതിന്റെ നടുവിൽ സന്തോഷിക്കുന്നു. കർത്താവ് നന്ദി കരയറ്റു. വാട്ട് ഈസ് ഡൂയിങ്? യു ആർ ബ്രിങ്ങിങ് യുവർ സിറ്റുവേഷൻ ഇൻടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ യു ആർ ബ്രിങ്ങിങ് ഇറ്റ് ഇൻടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രസൻസിലേക്ക് നമ്മൾ ഇന്റർലൈസ് ചെയ്യുമ്പോൾ then you have to start this dialogue. അവിടാണ് നമുക്ക് ഈ ഒരു ഡയലോഗിലേക്ക് കൊണ്ടുവരുന്നത്, ഒരു സംസാരത്തിൽ കൊണ്ടുവരണം. യു ഹാവ് ടു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക നമ്മൾ ഈ സാഹചര്യത്തിൽ. ഇത് തന്നെയാണ് യേശു ഏദൻ തോട്ടത്തിൽ കാണിച്ചത്. ഏദൻ തോട്ടത്തിൽ യേശു പറഞ്ഞു, ആ ഫലം കഴിക്കരുത്, കഴിച്ചാൽ അന്നാളിൽ കഴിക്കുന്ന നാൾ നീ മരിക്കും. ആദം ചെയ്തു. കഴിച്ചു കഴിഞ്ഞപ്പോ കണ്ണു തുറന്നു, നഗ്നനായി ഒളിച്ചിരുന്നു. അന്നും ദൈവം ഇറങ്ങി വന്നു അവിടെ. എന്നിട്ട് ദൈവത്തിനറിയാം ആദം കഴിക്കും, ആദം വീഴും, ഇതൊക്കെ ദൈവത്തിന് മുന്നമേ അറിയാം. അതുകൊണ്ട് മുന്നമേ പദ്ധതി, വീണ്ടെടുപ്പിന്റെ പദ്ധതി മുന്നമേ ദൈവം ഒരുക്കി വെച്ചു. അതുകൊണ്ടാണ് കുഞ്ഞാട് ലോകസ്ഥാപനത്തിന് മുന്നമേ അറക്കപ്പെട്ടെന്ന് വചനം എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ പദ്ധതികൾ ദൈവം മുന്നമേ. ചിന്തിച്ചു നോക്കിയേ, ഞാനും നിങ്ങളും എവിടെ ജനിക്കും, എന്ന് ജനിക്കും, എത്ര വയസ്സ് വരെ ജീവിക്കും, ജീവിക്കുന്ന ഈ ജീവിതത്തിൽ എവിടെല്ലാം വീഴും, ഇതെല്ലാം എന്റെ പൊന്നു തമ്പുരാൻ മുന്നമേ ഒരുക്കി. അവിടെ എല്ലാം വീഴ്ച വരുന്ന സ്ഥലങ്ങളെല്ലാം പോക്കുവഴിയും വെച്ചു. എന്നിട്ട് അതേ ദൈവം ഇന്ന് വന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുക, മോനെ കാണും, എന്നിലേക്ക് മുഖം വെക്കുക. ഇറ്റ്സ് എ വാക്ക്, ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ്, ഇറ്റ്സ് എൻ ഇന്റിമസി വിത്ത് ദ ലോർഡ്. കാരണം ഇഫ് യു ഡോണ്ട് കം ഇൻ ടു ഇന്റിമസി വിത്ത് ദ ലോർഡ്, ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം. നമ്മളിന്ന് പാടിയ പാട്ടുകളൊക്കെ കർത്താവിനെ രുചിച്ചറിയാൻ നമ്മളൊക്കെ പാടി ഇല്ലേ? ഈ ദൈവം മതിയായത്, ഈ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞു. പേഴ്സണലൈസ് ഓരോ സാഹചര്യത്തെ നടുവിലെയും കൂടെ ഈ ദൈവം എനിക്ക്, ഈ സാഹചര്യത്തിൽ ഈ ദൈവം എനിക്ക് ആരാന്ന് യു ഹാവ് ടു ഇന്റർണലൈസ് ഇറ്റ്. അപ്പൊ അങ്ങനെ നിങ്ങൾ പേഴ്സണലൈസ് ചെയ്ത് ദൈവത്തെ അറിയുമ്പോൾ ഈ സാഹചര്യത്തെ നടുവിലും എന്നെ വിടിവിക്കാൻ മതിയായവനാ, അല്ല ഈ സാഹചര്യത്തിന് നടുവിലും ദൈവം എന്റെ സ്വസ്ഥതയാണ്, ഈ സാഹചര്യത്തിന് നടുവിലും ദൈവം എന്റെ സമാധാനമാണ്, ഈ സാഹചര്യത്തിന് നടുവിലും ദൈവം എന്റെ സഹിഷ്ണുതയാണ്, ഈ സാഹചര്യത്തിന് നടുവിലും ദൈവം വിശ്വസ്തനാണ്. ഞാൻ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തൻ. അപ്പൊ ഓരോ സാഹചര്യത്തിൽ കൂടെ
ദൈവത്തിന്റെ വിവിധ മുഖം. ദൈവത്തിന്റെ നിറവ് നമുക്കറിയാം, ഫുൾനെസ് ആണ്. പക്ഷെ ഫുൾനെസ് ഞാനും നിങ്ങൾ ഓരോ മുഖം, ഫുൾനെസിന്റെ ഒരു ഭാഗം ദൈവം വെളിപ്പെടുത്തി അത് എന്റെ നേച്ചറായി പോകുമ്പോൾ അടുത്ത ഫുൾനെസ്സിലേക്ക് ദൈവം കൊണ്ടുവരും. കാരണം ഒരിക്കൽ യേശു നമ്മുടെ ഉള്ളിൽ വന്നു, ഒരിക്കൽ നീ കുടിച്ചാൽ നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറപ്പെടുന്ന വചനം പറയുമ്പോൾ ഈ നദികൾ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നദികൾ പുറപ്പെടാൻ ഒരു ബന്ധം സ്ഥാപിക്കണം. ഒരു നദി എന്നല്ല, നദികൾ പുറപ്പെടുന്ന, അത് ഓരോ നേച്ചറായിട്ടാണ് പുറത്തു വരുന്നത്. ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയായി പങ്കാളിയാകും തോറും ദൈവത്തിന്റെ സ്വരൂപത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടു വരുമ്പോൾ അവനായിരിക്കുന്നത് എങ്ങനോ അതുപോലെ ഞാനും നിങ്ങളും ഈ ലോകത്തിലാകാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി മുന്നമേ ഒരുക്കി വെച്ചു. ഇന്ന് പിതാവ് നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ പിതാവ്. അതിലേക്ക്, ആ ബന്ധത്തിലേക്ക് നമ്മളെ ഒരുമിച്ച് കൊണ്ട്, അപ്പൊ തൃത്വത്തിനകത്ത് ഫസ്റ്റ് ലവില് എന്നെ നിങ്ങളെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ആദ്യ സ്നേഹത്തിലാണ് നമ്മളെ ദൈവത്തെ കൊണ്ടുവച്ചിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്റെ ഉള്ളിൽ പിതാവുണ്ട്, സകലത്തെയും സൃഷ്ടിച്ച പിതാവുണ്ട്. എന്റെ ഉള്ളിൽ സകലത്തിന്മേൽ ജയമെടുത്ത യേശുണ്ട്. എന്റെ ഉള്ളിൽ ജയോത്സവമായി നടത്തുന്ന പരിശുദ്ധാത്മാവുണ്ട്. ത്രിയേക ദൈവം, 3 വ്യക്തികൾ എന്റെ കൂടെ ഇരിക്കുന്നു. എന്നിട്ട് പറയാം, കാം എന്നിലേക്ക് മുഖം വെക്ക്. പിതാവിന്റെ സ്വഭാവത്തിലേക്ക് ഒരു മോൾഡിംഗ് ഉണ്ട്, പുത്രന്റെ സ്വഭാവത്തിലേക്ക് ഒരു മോൾഡിംഗ് ഉണ്ട്, പരിശുദ്ധാത്മാവ് എന്ന 3ാമത് വ്യക്തിയുടെ മോൾഡിങ്ങിലേക്കുണ്ട്. 3. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ലെറ്റ് us make man in our likeness. നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ. ഓരോ സാഹചര്യത്തിന് നടുവിലൂടെയും എന്നെ നിങ്ങളെയും ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. അത് എവിടെ തുടങ്ങും? മുഖത്തിലാണ്. കാരണം എനിക്ക് മുന്നമേ പോയത് ഏതെല്ലാം വിഷയങ്ങൾ ഉണ്ടായിരുന്ന പ്രലോഭനങ്ങൾ ഞാൻ വീഴുമായിരുന്നോ അവിടെ എല്ലാം എനിക്ക് മുന്നമേ പോയൊരു ദൈവം എന്നാണ് എന്റെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വീഴുന്നിടത്തുനിന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ വീണെന്ന്, പക്ഷെ ദൈവരാജ്യത്തിൽ വീഴ്ചയല്ല. ഒരു ടെസ്റ്റിംഗ് മാത്രമേ, ഒരു ടെസ്റ്റാണ്. എന്തിന്? ഇതിൽ ഉറയ്ക്കാൻ വേണ്ടി. വീഴുന്നിടത്തുനിന്ന് ദൈവം നമ്മളെ പോകും. ലെറ്റ്സ് ഡു ദിസ്. നീ തന്നെയല്ല, ഐ എം വിത്ത് യു, നിന്റെ കൂടെയുണ്ട്. ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. തുണയായി ഞാൻ നിനക്ക് മുന്നിൽ ഇരിക്കുക. ഈ വാക്യങ്ങളൊക്കെ പറയുമ്പോഴും your mind has to be yoked. ഞാൻ ക്രിസ്തുവുമായിട്ട് മുഖം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അൺസപ്രബിൾ. ഒരു ശക്തിക്കും, ഇതാണ് യേശു പറഞ്ഞത്, എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ഒരു ശക്തിക്കും പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവം നിന്നില്ല. എന്റെ പിതാവ് എന്നാലും ശക്തനാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ നിങ്ങളെ മാറ്റാൻ പറ്റും. എന്റെ ദൈവമക്കളെ, ഒരു ശക്തി എത്ര കൊടുങ്കാറ്റുള്ള അവസ്ഥയിലാണെങ്കിലും പിടിച്ചു നീക്കാൻ മുഖം വെച്ച കർത്താവിന്റെ ഇന്റിമസിയിലേക്ക് നിങ്ങൾ വാ. കാരണം your intimacy with the Lord must be intimidating to the devil, to the enemy. നിങ്ങൾ ദൈവമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധമാണ് ഈ സാഹചര്യങ്ങൾ നിങ്ങളെ തൊടാൻ പോലും നിങ്ങളെ സമ്മതിക്കും. എനിക്കറിയാം നമ്മൾ ജയാളിക്കകത്തായിരിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്, പിശാച് വന്ന് യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം നീ ദൈവപുത്രനാണ്. എന്റെ ദൈവമക്കളെ, എന്റെ ചോദ്യം ഇന്ന് നിങ്ങളോട്, ദൈവത്തിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ക്രിസ്തുവിനുള്ളിൽ വെച്ചിരിക്കുന്നു, പിതാവിരിക്കുന്നു, പുത്രനിരിക്കുന്നു, പരിശുദ്ധാത്മാവിരിക്കുന്നു. നമുക്കറിയാമോ നമ്മൾ ക്രിസ്തുവിനാണ്? പിശാചിനറിയാം. The demonic world knows it. പിശാച് പറഞ്ഞു, I know you are the son of God. നീ ദൈവസാക്ഷാൽ ദൈവപുത്രനെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും സാഹചര്യമാണ് വലുത്. Why? We are not yoked to Jesus. ക്രിസ്തുവുമായിട്ട് നമ്മൾ മുഖം വെച്ചിട്ടില്ല. നമ്മുടെ മൈൻഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ മുഖം വെച്ചിരിക്കുക. ഒരിക്കലും കൈവിടാൻ പറ്റത്തില്ല. കാരണം രക്ത ഉടമ്പടിക്കാൻ എന്റെ മക്കളെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. യു ആർ സോ പ്രഷ്യസ്. നമുക്ക് തോന്നും നമുക്ക് ഒരു വാല്യൂ ഇല്ല. നോ. അതുകൊണ്ടാണ് യേശു ഒരുപാട് ഉദാഹരണം പറഞ്ഞു. ഒരു പക്ഷിയെ നോക്ക്, ഒരെണ്ണം താഴെ വീണ് ചാകുന്നുണ്ടോ? പട്ടിണിയാണത്? ഇല്ല. നിങ്ങളുടെ അപ്പൻ അവയെ പോറ്റുന്നെങ്കിൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ച സ്വർഗസ്നായ പിതാവ് എത്ര അധികം നിങ്ങളെ സ്നേഹിക്കും. സോ കം ബാക്ക് ടുഡേ. ഇന്ന് എല്ലാ മൈൻഡ് സെറ്റും പൊട്ടിച്ച് ആ ദൈവത്തിന്റെ അൺചേഞ്ചിങ് നേച്ചറിലേക്ക് നിങ്ങൾ തിരിച്ചു പോവാം.
ഏത് സാഹചര്യമായാലും ഈ രണ്ട് ഫിക്സ് പോയിന്റ് നിങ്ങൾ നിൽക്കണം. എത്ര പ്രതികൂലമായ സാഹചര്യമായിട്ട്, എത്ര കൊടുങ്കാറ്റ് പോലെ നിൽക്കുന്ന സാഹചര്യമായിക്കോട്ടെ, അവിടെ നിർത്തണം. ഈ രണ്ടിനിടയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് വേണം. ദൈവം മാറ്റമില്ലാത്തവനാണ്. ഒരു കാലത്തും ദൈവത്തിന്റെ സ്വഭാവത്തിൽ ത്യജിക്കത്തില്ല. എന്നോടുള്ള ബന്ധത്തിൽ ദൈവം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കും. ആ ദൈവം അന്നും ഇന്നും നാളെയും ഈ ദൈവത്തിന് മാറ്റമില്ല. സോ കം ബാക്ക്. ഇതിനകത്ത് വേണം, ഈ രണ്ട് നേച്ചർ ഫിക്സ് പോയിന്റിനകത്ത് വേണം നമ്മൾ നുഖത്തിൽ നോക്കാൻ. ഞാൻ യേശുവുമായിട്ടൊരു നുഖത്തിലാണ്. എനിക്കറിയത്തില്ല, പക്ഷെ എന്നെ കൈ പിടിച്ച എന്റെ യേശുവിനറിയാം. എന്റെ കൂടെയുള്ള എന്റെ അപ്പനറിയാം, സ്വർഗത്തിലെ അപ്പനറിയാം. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്തെല്ലാം വരുമെന്ന് മുന്നമേ എഴുതി വെച്ചതാണ്. ആണ് ജർമ്മയോട് പറഞ്ഞത്, നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രവാചകൻ എന്ന പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാം യുവർ ഡെസ്റ്റിനി ഹാസ് ബീൻ റിട്ടൺ. കർത്താവിന്റെ ബുക്കിൽ എഴുതി കഴിഞ്ഞിരിക്കുക. നമ്മുടെ ഈ ദൈവരാജ്യത്തിന്റെ യാത്ര ഒരു സ്റ്റോറി ആയിട്ട് അങ്ങ് എടുക്കുക, ഒരു കഥയായിട്ട്. ഈസ് ഇൻ യു ഇൻ ദ സ്റ്റോറി ആൻഡ് ഹി ഈസ് ഇൻ യു വിത്ത് യു ഇൻ ദ ജേർണി. നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ, നമ്മുടെ കഥയ്ക്കകത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വീഴുന്ന എന്റെ ദൈവത്തിന് അറിയാം. അവിടെ എല്ലാം തക്ക സമയത്ത് കൈ പിടിച്ചുയർത്താൻ വേണ്ട പോക്ക് വഴി അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ കൈ പിടിച്ചുയർത്തുന്ന പോക്ക് വഴി എന്തുവാ? ദൈവത്തിന്റെ നേച്ചറാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ നാശം വിട്ടൊഴിഞ്ഞ് നമുക്ക് പുറത്തു വരാം. 2 പത്രോസ് 1-ാം വാക്യം 3-4 ഒന്നത് വായിച്ചു. സ്റ്റോപ്പ് ഇറ്റ്. 2 Peter chapter 1 verse 3 and 4. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അപ്പൊ എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാനും ഭൗതികമായി ജീവിക്കാനും വേണ്ടതെല്ലാം പുത്രനിലൂടെ ദൈവം തന്നിരിക്കുക. ആ പുത്രനെ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വെച്ചിരിക്കുക. അതുകൊണ്ടാണ് സകല വാഗ്ദത്തങ്ങളും യെസ് ആമേൻ നമ്മളിലൂടെ. നിങ്ങളുടെ സാഹചര്യത്തിന്റെ നടുവിലും യേശു ഒരു ആമേൻ പറയുന്നുണ്ട്. യെസ്. അതെന്താ നമ്മൾ അറിയണം. അതെങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ സാഹചര്യത്തെ ദൈവത്തിന്റെ പ്രസൻസിലേക്ക് വരും. വാട്ട് ഈസ് ദിസ് യെസ്? എന്താണ് യേശു എന്താണ് യെസ് പറയുന്നത്? ഷുഡ് ഐ ഗോ ഓർ ഷുഡ് ഐ നോ? ആ ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ സാഹചര്യത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. യു കൻ ആസ്ക് ഹിം ക്വസ്റ്റ്യൻ. കർത്താവേ, ഈ സാഹചര്യത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? What I miss? ഞാൻ എന്താണ് മിസ് ചെയ്യുന്നത്? അങ്ങയുടെ എന്ത് നേച്ചറാണ് എനിക്ക് വെളിപ്പെടുത്തുന്നത്? Read the rest of it. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഈ ലോകത്തിലെ എല്ലാ സാഹചര്യത്തിലും നമ്മൾ വീഴ്ച വരുന്ന നമ്മുടെ മോഹത്താലാണ്. പക്ഷെ ദൈവമായിട്ട് ഒരു യോക്കിംഗ് വരുമ്പോഴത്തേക്ക്, ദൈവമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം വരുമ്പോൾ, ആ സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തിന്റെ ദിവ്യ സ്വഭാവം ദൈവം കാണിച്ച് ആ സ്വഭാവത്തെ ഞാൻ ഒരു കൂട്ടാളിയെ, പങ്കാളിയായി, അതെന്റെ നേച്ചറായി മാറുന്തോറും മോഹത്താലുള്ള നാശം വിട്ട് ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തു വരും. പുറത്തു വരുന്ന ജയാളിയായിട്ട് വരും. ഓരോ സാഹചര്യത്തിൽ കൂടെ ദൈവം നമുക്ക് വിക്ടറി തരും. റിപ്പീറ്റഡ് വിക്ടറി, തുടർമാനമുള്ള ജയം നമ്മളെ മോർ ദാൻ എ കോൺകററാണ്. ജയോത്സവമായിട്ട്, ജയാളിയായിട്ട് നമ്മൾ വരും. അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് യു ബിക്കം വിക്ടറി ഓവർകമർ മോർ ദാൻ എ കോൺകർ. ജയാളി, മോർ ദാൻ എ ജയാളി, മോർ ദാൻ എ കോൺകർ. മോർ ദാൻ എ കോൺകർ എന്ന് പറയുമ്പോൾ ദിവ്യ സ്വഭാവത്തിന്റെ ആ പരിപൂർണതയിലേക്ക് നമ്മൾ വരുംതോറും ഒരു സാഹചര്യത്തിൽ എന്നെ നിങ്ങളെ തൊടാനേ പറ്റത്തില്ല. കാരണം മനസ്സിലാവും, എനിമിക്ക് മനസ്സിലായി എന്നെ നിങ്ങളെയും ഇനി അത് ആ സാഹചര്യ നടുവിൽ തൊടാനേ പറ്റത്തില്ല, തൊട്ടുപോയ പ്രശ്നമാണെന്ന് മനസ്സിലാവും. ഇതുകൊണ്ടാണ് യേശുവിനെ ചില സാഹചര്യത്തിൽ പിശാച് വിട്ടേച്ചു പോയത്. മലമുകളിൽ നമുക്കറിയാം, ആ 3 പ്രലോഭനങ്ങൾ കൊണ്ടുവരുമ്പോൾ ലാസ്റ്റ് വേർഡ് പറയുന്നത് ലെഫ്റ്റ് ഹിം ഫോർ എ ഫ്യൂച്ചർ ഓഫ് യേശു. ഞാനും നിങ്ങളും ഓരോ സാഹചര്യത്തിൽ കൂടെ ജയമെടുക്കുന്നു, വിക്ടറി ദൈവം തരുന്നു. അതെന്റെ വിക്ടറി, എന്റെ ജയമാവുമ്പോൾ അടുത്ത സാഹചര്യം എനിക്കറിയാം, ഇന്നാളിൽ ദൈവം എനിക്ക് ജയം തന്നതാണ്. കാരണം ആ നേച്ചറിൽ പക്വത വന്നതുകൊണ്ട്, ആ നേച്ചറിൽ ഞാൻ നിന്ന് ആ സാഹചര്യത്തിന് ജയം എടുക്കുമ്പോൾ
ആ ദിവ്യ സ്വഭാവം എന്റെ സ്വഭാവമായി പങ്കാളിത്തത്തിലോടുകൂടെ എന്നിൽ പരിപൂർണതയിലേക്ക് വരുമ്പോൾ അടുത്ത സാഹചര്യത്തിൽ കൂടെ ഞാൻ ജയാളിയാകുന്നു. Then finally it come to a more than a conqueror. അപ്പോ സാഹചര്യത്തിൽ ഞാൻ ജയമെടുക്കുന്നു. അടുത്ത സാഹചര്യം എന്നെ തളർത്താൻ ഞാൻ സാഹചര്യത്തിന്മേൽ കയറി ജയാളിയാകുന്നു. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ മോർ ദൻ എ കോൺഗ്രർ, ജയോത്സവമായി നടത്തുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഒരു ശക്തിക്കും, ഉയരത്തിനോ കാഴ്ചയ്ക്കോ ഈ ലോകത്തിലുള്ളതോ വരാനുള്ളതോ ഒന്നിനും ഒരു ശക്തിക്കോ ഒന്നും എന്നെ നിങ്ങളെ ദൈവസ്നേഹത്തിനകത്തുനിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയാകുന്ന എങ്ങനെ മുഖത്തിൽ ചേർന്ന് നമ്മള് ദുഃഖം വെക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു ഒറ്റ വാക്യം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ there's a lot of things behind it. അതാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്റെ അടുക്കൽ വാ, എനിക്കറിയാം നിങ്ങൾ അധ്വാനിക്കുന്നവരാണ്, ഭാരം ചുമക്കുന്നവരാണ്, നിങ്ങളുടെ തലയിൽ എടുക്കാൻ പറ്റാത്ത ചുമടാണ്, എന്റെ അടുക്കൽ വാ. ഈ ലോകത്തിന്റെ ഭാരം നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ദൈവരാജ്യത്തിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ദൈവരാജ്യത്തിൽ എല്ലാം ഇത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ലോകരാജ്യത്തിൽ ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മള് പടിപടിയായി ജയം എടുത്ത് യു ഏൺ, ഈ സ്റ്റെപ്പ് നമ്മൾ ഏൺ ചെയ്ത് ടോപ്പിൽ എത്തണം. ദൈവരാജ്യത്തെ നേരെ പരിപൂർണതയെ കൊണ്ടങ്ങ് വെച്ചു. കാരണം പരിപൂർണനെ എന്റെ ഉള്ളിൽ വിട്ടു. യു ആർ ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണത. പക്ഷെ ഓരോ സാഹചര്യത്തെ കൂടെ ആ പരിപൂർണതയിൽ നടത്തമാണ് നമ്മൾ ചെയ്യുന്നത്. ജയം എടുക്കുകയല്ല, ജയം എടുത്തവനെ നിർത്തിയിട്ട് ആ ജയത്തിൽ നടത്തിക്കാനുള്ള ട്രെയിനിങ് ആണ്. ഓരോ സാഹചര്യവും ആ സാഹചര്യത്തിന്മേൽ ഞാൻ ജയം എടുക്കുകയല്ല, ജയം എടുത്തവൻ എന്റെ കൂടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇനി ജയം എടുക്കുകയല്ല, അതിൽ ആ ജയത്തിൽ നിലനിന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകും തോറും ആ സ്വഭാവ രൂപാന്തരത്തിലേക്ക് വരുമ്പോൾ your heart becomes changed, your mind becomes changed, and you begin to see what the heart sees with the mind. അപ്പൊ ഹൃദയത്തെ കാണുന്നത് മനസ്സിൽ പ്രോസസ് ചെയ്ത മനസ്സും കൊണ്ട് കാണാൻ വരുമ്പോൾ, ഹൃദയവും മനസ്സും ഒരുമിക്കുമ്പോൾ ഏത് സാഹചര്യത്തോട് നിങ്ങൾ അകമേ മനുഷ്യനെ കൊണ്ട് കാണാൻ നിങ്ങൾ പഠിക്കും. അപ്പൊ അകമേ മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം. അതാണ് നമ്മൾ ഓരോ സാഹചര്യത്തിന് നടുവിലും കൂടെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയാണ്. എന്തിന്? ഈ ലോകത്തിന്റെ നാശം, മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് പുറത്തു. എന്റെ ദൈവമക്കളെ, ഇനി നിങ്ങൾ സാഹചര്യത്തിന്റെ നടുവിൽ പിതാവ്, പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ജയമെടുത്ത 3 വ്യക്തികളാണ് ഉള്ളത്. നമ്മുടെ സകലത്തിന്മേൽ ജയോത്സവം നടത്തിയവരാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഈ സാഹചര്യം ആദ്യം മുതലേ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം, ഫ്രം ദ ബിഗിനിങ്, എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഫ്രം ദ ബിഗിനിങ് അറിയാവുന്ന ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾക്ക് തോൽക്കാൻ പറ്റുമോ? Never. You're always more than a conqueror. I can do all things. How? Through Christ who gives me the power to take victory. The victory has been already accomplished on the cross, but I have to stand in the victory. ജയം എടുത്തവന്റെ കൂടെ ഞാൻ നിൽക്കുന്നു. എന്തിന്? ആ ജയം എടുത്തവന്റെ സ്വഭാവത്തിലേക്ക്. കാരണം വിവിധ സാഹചര്യങ്ങൾ വിവിധ തലങ്ങളായിരിക്കും നിൽക്കുന്നത്. ഓരോ സാഹചര്യത്തിനും നേച്ചർ വ്യത്യാസം വരും. ചില സാഹചര്യങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പോകും, ചില സാഹചര്യങ്ങൾ നീണ്ടുപോകും, ചില സാഹചര്യങ്ങൾ പ്രൊലോങ് ചെയ്യും. പക്ഷെ അതിന്റെയൊക്കെ നടുവിലും വിശ്വാസം വേണം, സഹനം വേണം, വിശ്വസ്തത വേണം, സെൽഫ് കൺട്രോൾ വേണം, റെസ്റ്റ് വേണം, സ്വസ്ഥത വേണം, സമാധാനം വേണം. ഇത് ഓരോ നേച്ചറും നമ്മുടെ ഓരോ സാഹചര്യത്തിൽ നമ്മുടെ പക്വതയിലേക്ക് വരുമ്പോൾ അവനായിരിക്കുന്നത് എങ്ങനെ അതുപോലെ നമ്മൾ ഇവിടെ ആകാൻ ദൈവരാജ്യത്തിൽ അതുപോലെ ആ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയ പങ്കാളികളാകും തോറും ആ ദിവ്യ സ്വഭാവം എന്നിലൂടെ നിങ്ങളിലൂടെ പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകത്തുള്ള നിങ്ങളിലൂടെ യേശുവിനെ വെളിപ്പെട്ട് കിട്ടുന്നത്. അതിന് ഞാനൊരു പ്രോസസ്സിൽ കൂടെ പോകണം. ആ പ്രോസസ് ഇസ് ത്രൂ വാക്കിംഗ് ത്രൂ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഓരോ സാഹചര്യത്തിൽ കൂടെ ഞാനും പോകും. എന്തിന്? എല്ലാ സാഹചര്യവും എന്റെ ടെസ്റ്റിംഗ് ആൻഡ് ട്രെയിനിങ് ഗ്രൗണ്ടാണ്. എന്നൊരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണ്. Hallelujah. I think I stop it.